പാതിവില തട്ടിപ്പിൽ പറവൂർ പോലീസിൽ ഇന്നലെ മാത്രം ലഭിച്ചത് 275 പരാതികൾ. ഇതോടെ പറവൂരിൽ ആകെ പരാതികൾ 535ആയി. ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾക്കെതിരെയാണ് പരാതി. പണം നഷ്ടമായവർ ന്യൂസ് 18-നൊപ്പം ചേരുകയാണ്. നവമി ദിനേശ് ഒപ്പമുണ്ട്. നവമി, ഇവർക്ക് പറയാനുള്ള കാര്യം എന്താണ്? നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ വലിയ വാഗ്ദാനം നൽകി, അതൊക്കെ പാലിച്ചു. അതിനുശേഷം അതിൽ വിശ്വസിച്ച് NGOകൾ വഴി ചേർന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ പണം നഷ്ടപ്പെട്ടവരാണോ ഇപ്പോൾ നവമിക്ക് ഒപ്പമുള്ളത്? അതെ രഞ്ജിത്ത്, പറവൂരിൽ ഏകദേശം 500-ലധികം കടന്നു പരാതി പ്രളയം തന്നെയാണ് പറവൂരും വരാപ്പുഴയും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇന്നലെ മാത്രം പറവൂരിൽ മാത്രം കേസെടുത്തത് 275ആണ്. ഇത് ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾക്കെതിരെയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. കാരണം ഈ ട്രസ്റ്റ് മുഖേനയാണ് അനന്തൂര് പണം എത്തുന്നത്. ഈ ട്രസ്റ്റ് നൽകുന്ന വിശദീകരണ പ്രകാരം 14,60,54,650 രൂപയാണ് ഇവരിൽ നിന്നും പിരിച്ചെടുത്ത് ഈ ട്രസ്റ്റ് മുഖേന അനന്തുവിന് കൈമാറിയതെന്നാണ് ഈ ട്രസ്റ്റിന്റെ അംഗങ്ങൾ പറയുന്നത്. നമുക്ക് ഇവിടെ പരാതിക്കാരെ ഒത്തുകൂടിയിട്ടുണ്ട്. ഏകദേശം 500-ലധികം പേര് ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്നായിരുന്നു പൈസ കൊടുത്തത്? ഞാൻ ജൂലൈ മാസം കൊടുത്ത പൈസയാണ്. ഇപ്പം 8 മാസമായി. ഞങ്ങൾ പലിശക്കൊക്കെ എടുത്തും പണയം വെച്ചും അതല്ല ലോണൊക്കെ എടുത്താണ് പൈസ അടച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ പരാതി കൊടുക്കാൻ നേരത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇന്നലെ തന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഈ വെള്ളിയാഴ്ച രൂപീകരിച്ച് അതിനൊരു 16 പേരായിരുന്നു പരാതി കൊടുക്കാൻ വരാപ്പുഴ പോലീസ് സ്റ്റേഷൻ ചെന്നത്. അപ്പോൾ അവിടുത്തെ മേലധികാരികൾ പറഞ്ഞത് ഈ വരാപ്പുഴ പരിധിയിലുള്ള ബാങ്കുകളുടെ പരാതി മാത്രമേ ഇവിടെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. നിങ്ങളതാത് ഏതാ ബാങ്കെന്ന് വെച്ചാൽ ഞാൻ അടച്ചതെന്ന് വെച്ചാൽ കൊങ്ങോർപ്പുള്ളിയിലെ ബാങ്കിലാണ് ഈ പണം അടച്ചത്. അത് ഞങ്ങളുടെ എന്ന് വെച്ചാൽ ചെക്ക് ലീഫ് വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് പ്രായവ്യത്യ അതുകൊണ്ട് 25 പൈസ കണ്ട് ചെക്ക് ലീഫ് കിട്ടില്ല ബാങ്ക് ഇതുപോലെ. അപ്പോൾ വൈഫിൻ്റെ പേരിലാണെങ്കിൽ ഉള്ള അക്കൗണ്ട് കൊങ്ങോർപ്പുള്ളി ചേർന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾ മുപ്പത്തരത്തിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞു. പിന്നെ ആനുപുരം അവിടെ ചെന്നപ്പോൾ CA പറഞ്ഞ് പരാതി ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ പറവൂർ കൊണ്ടുവന്ന് പരാതി സ്വീകരിക്കാം. ഇന്നലെ പറവൂർ കൊടുത്ത് ഞങ്ങൾക്ക് റെസീറ്റ് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള നടപടിയിൽ നിന്ന് നമ്മൾ 10,62,000 രൂപയും പോയി. ഇതിൻ്റെ പുറയിൽ ഒരുപാട് ബുദ്ധിമുട്ടിയും കാശും 6-7 മാസമായിട്ട് നിങ്ങൾ കാത്തിരിക്കണം 2 വീലറിന് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ഇത്ര ഡിലേ ആയപ്പോൾ ഈ ട്രസ്റ്റുമായിട്ട് ഒരുപാട് പ്രാവശ്യം ബന്ധപ്പെട്ടാണ് ഞങ്ങളത് അവിടുത്തെ കോർഡിനേറ്റർ പോളി എന്ന് പറഞ്ഞാൽ പോളിയുമായി ബന്ധപ്പെട്ടാണ്. അത് പോളിയും പറഞ്ഞത് ഞങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ വണ്ടി കിട്ടും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിരന്തരം. ഇപ്പം എന്താണ് ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രസ്റ്റിൽ തന്നെ അന്ന് 5-ാം തീയതി ഞങ്ങൾ വന്നപ്പോൾ 1,55,00,000 രൂപ ഉണ്ടായത്. അവർ പിന്നെ പറയുന്നത് ലാപ്ടോപ്പ്, TV, മൊബൈൽ അങ്ങനെ ആക്സസറിക്ക് വിഡ്രോ ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ 4 കോടിയാണ്, 14 കോടി. ആ എത്ര ലക്ഷം എന്ന് വെച്ചാൽ അത്രയും കോടി രൂപ ഇപ്പോൾ മെയിൻ കുറ്റവാളിയെന്ന് പിടിക്കപ്പെടുന്ന അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലോട്ട് പോയെന്നാണ് പറയുന്നത്. കൂടുതൽ ആളുകളുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടൻ പണം നഷ്ടപ്പെട്ട ആളാണ്. എൻ്റെ 79,800 രൂപ ടൂ വീലറിന് വേണ്ടിയിട്ടും AC-ക്ക് വേണ്ടിയിട്ടും. 2 വീലറിന് 62,000 രൂപയും 17,800 രൂപ AC-ക്ക് വേണ്ടിയിട്ടും ആണ് പോയത്. എങ്ങനെയാണ് ഈ ട്രസ്റ്റുമായി ബന്ധപ്പെടുന്നത്? ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്നത് വെച്ചാൽ ഇവിടെ പലപ്പോഴും ഹൈബീഡിൻ്റെയും VD സതീശിൻ്റെയൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെയൊക്കെ പോസ്റ്ററുകൾ വെച്ചിട്ട് ഇങ്ങനെ ലാപ്ടോപ്പ് വിതരണം, 2 വീലർ വിതരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിതരണവും പിന്നെ അടുത്ത വണ്ടികളുടെ ബുക്കിങ്ങും ഗൃഹോപകരണങ്ങളുടെ ബുക്കിങ്ങും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പല സ്ഥലത്തും ഫ്ലെക്സുകളൊക്കെ കണ്ടിട്ട് പിന്നെ വാട്സാപ്പിലൂടെ പലർക്കും നമ്മളുടെ ബന്ധുക്കൾക്കും ഒക്കെ വാട്സാപ്പിലൂടെ ഇത് കിട്ടിയവരുമുണ്ട്. അവരുടെയൊക്കെ വാട്സാപ്പ് വഴിയുള്ള സന്ദേശങ്ങൾ വഴിയും അവർ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മേരി എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ടായിരുന്നു. ഇവരാണ് ഇതിൻ്റെ ഇവിടുത്തെ പറവൂർ JSS ട്രസ്റ്റിൻ്റെ മെയിൻ ആളായിട്ട് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ ഫ്ലെക്സിലൊക്കെ ഈ ചൈതന്യ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഫേമസ് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥനും ഡോക്ടറുമായിട്ടുള്ള മധു ഡോക്ടർ, പിന്നെ ഒരു ശശിധരൻ ഡോക്ടർ, അങ്ങനെ ശശിധരൻ ഡോക്ടർ വീടിനോട് ചേർന്നുള്ള ഒരു ഓഫീസായിരുന്നു ആദ്യം JSS ട്രസ്റ്റിൻ്റെ. ഇപ്പോൾ അത് മാറ്റി ഈ ടൗൺ ഹാളിൻ്റെ പുറകിലുള്ള ഒരു സ്ഥലത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പൈസ അടച്ചത്. പൈസ അടച്ചപ്പോൾ 100 ദിവസത്തിനുള്ളിൽ തരാമെന്നും ഏറ്റവും ടോപ്പ് പോയി കഴിഞ്ഞാൽ 6 മാസം
തരാമെന്നാണ് പറഞ്ഞത്. മാക്സിമം 6 മാസവും മിനിമം 100 ദിവസം എന്നാണ് പറഞ്ഞിട്ട് നമ്മളടുത്ത് ബുക്കിംഗ് സ്വീകരിച്ചത്. അങ്ങനെ ഇവിടെ കാണുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പറവൂർ ബ്രാഞ്ചിൽ നമ്മൾ പൈസ അടയ്ക്കുകയും ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് പൈസ അടച്ചത്. അക്കൗണ്ട് വഴിയാണ് പൈസ JSS ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് വഴി. കയ്യിലുണ്ട്. അതിൻ്റെ കൗണ്ടർ ഫോയിൽ നമ്മുടെ ഫോണിൽ കിടപ്പുണ്ട്. അതൊക്കെ ഇവരിവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൗണ്ടർ ഫോയിൽ നമ്മുടെ ഫോണിൽ കിടപ്പുണ്ട്. അതിൻ്റെ രേഖകളായിട്ട് തെളിവുകളായിട്ട് വൈകിയപ്പോൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റുമായിട്ട് ഇത്രയും വൈകിയപ്പോഴല്ല, ഒരു 3 മാസം കഴിയുമ്പോൾ തുടങ്ങി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ പല സ്ഥലത്തും പലർക്കും ഇന്ന മാസങ്ങളിൽ ബുക്ക് ചെയ്തവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്. പിന്നെ എന്താണ് ഡീലർമാരുടെ അടുത്ത് വണ്ടി കിട്ടാനുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളവർ വിശ്വസിപ്പിക്കുന്നത്. നമ്മൾക്ക് ധൈര്യമായിട്ടിരുന്നാൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ക്രമം അനുസരിച്ചിട്ട് ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ബുക്കിങ്ങിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. രഞ്ജിത്ത്, അത് തന്നെയാണ് ഈ ആളുകളോടൊക്കെ പറഞ്ഞത്. കുറച്ചത്തെ കാലതാമസം വന്നപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ അത് വാഹനം വരാനുള്ളൊരു താമസം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇത്രയേറെ വൈകിപ്പിച്ചത്. പക്ഷേ ഇതുവരേക്കും കിട്ടിയില്ല. ഒടുവിൽ ഇത് വലിയൊരു തട്ടിപ്പാണെന്ന് ഇവർ തിരിച്ചറിയുകയും ചെയ്തു. സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി എത്ര രൂപയായിരുന്നു? ഞാൻ 58,000 രൂപ. 2 വീലറിന് വേണ്ടിയിട്ട്? 2 വീലറിന് വേണ്ടിയിട്ട്. എത്ര നാളായി കൊടുത്തു? ഞാൻ ആദ്യം കൊടുത്തത് ആക്റ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള ആ എമൗണ്ടിനുള്ള വേറെ ഇഷ്ടമുള്ള വണ്ടി വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ആക്കാമെന്ന് പറഞ്ഞു സൈറ്റിൽ കയറിയിട്ട്. അപ്പം ഞാൻ ഡിയോ ആക്കി, ഹോണ്ട ഡിയോ ആക്കി. അത് കഴിഞ്ഞിട്ട് അവരത് ക്യാൻസലാക്കിയിട്ട് ഇപ്പോൾ വേറെ ഒന്നും ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ യമഹ ഫാസിനോ ആക്കി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഞാൻ 7/8/2024 അപ്ലൈ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ 3 മാസം തുടങ്ങി 5 മാസമാണ് നമുക്ക് മാക്സിമം ഒരു ഡേറ്റ് തന്നേക്കുന്നത്. അതിനുള്ളിൽ നമുക്ക് വണ്ടി കിട്ടുമെന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, ഇപ്പോൾ 7 മാസമാണ്. ഈ കഴിഞ്ഞ ആഴ്ച പ്രശ്നം അനന്തകൃഷ്ണനെ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവർക്കും ഇതിന് പങ്കുണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട് വന്ന് ഇവിടെ വന്ന് അന്വേഷിച്ചു. അപ്പോൾ ആദ്യം ഇതിനകത്തേക്ക് ചേർന്നത് തന്നെ ഇവിടെ ഒരു ഡോക്ടർ ശശിധരൻ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ വീടിനോട് ചേർന്നായിരുന്നു ഇവരുടെ JSS ട്രസ്റ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഓൾറെഡി 5-ാം വാർഡിലുള്ള വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഡോക്ടർ ശശിധരനോട് ഇതെങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ ധൈര്യമായിട്ട് കൊടുത്തോ. അപ്പോൾ ഡോക്ടറിൻ്റെ വാക്കിന്മേൽ നമ്മൾ വിശ്വസിച്ച്. ഇപ്പം എന്താണ് ഡോക്ടർ പറയുന്നത്? അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്ടറിനെ വരെ സംശയിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം കേസ് കൊടുക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു അദ്ദേഹം കാണിച്ചു തരായിരുന്നു ഈ ഡോക്ടർ ശശിധരൻ്റെ പേരിലും ഇവർ ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അയാൾ ഒരു തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണെന്ന് അന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറയുന്നത് ഡോക്ടർ മധും മേരി CG അതുപോലെ ഡോക്ടർ ശശിധരൻ, പിന്നെ ട്രഷറർ എന്ന് പറയുന്നത് ഡോക്ടർ പ്രവീൺ, പിന്നെ ഒരു ഉപദേശക സമിതി അംഗം ഒരു ഇവിടുത്തെ കോൺഗ്രസ് നേതാവാരുമാണ് രാജൻ. അപ്പോൾ ഇവർക്കെതിരെല്ലാം കേസ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ. അങ്ങനെ നിരവധി പേരാണ് ഇത്തരത്തിൽ ഇവരുടെ ഒരു തട്ടിപ്പ് കാരണം പണം നഷ്ടമായിരിക്കുന്നത്. എത്ര രൂപയായിരുന്നു? ഞാൻ 62 രൂപ, അതായത് 2 വീലറിന് വേണ്ടിയിട്ട് അടച്ചത്. എൻ്റെ വീട് കാലടിയാണ്. ഞാൻ ഇവിടെ കൊടുത്തത് എൻ്റെ ഒരു അനിയൻ ചെറുക്കൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാനവിടെ വന്നത്. അപ്പോൾ ഈ 14-ാം തീയതി എൻ്റെ ഒത്തുതീർപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഒന്നും റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളൊന്നും പോലീസിനൊന്നും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് അറിയണത് ഇതിനിപ്പോൾ അത് കോടികൾ പരാതി കൊടുക്കാൻ. അതെ, സ്വർണ്ണമണിയെ വെച്ചാൽ കൊടുത്തത്. പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. രഞ്ജിത്ത്, അങ്ങനെ സ്വർണവും വീടിൻ്റെ ആധാരവും ഒക്കെ പണയം വെച്ചാണ് ആളുകൾ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് കാശ് കൊടുത്തത്. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തിരിച്ചു കിട്ടുമെന്നൊരു വിശ്വാസം മാത്രമാണ് ഇവർക്കുള്ളത്.